ഗൈസ്, അപ്പോൾ നമ്മളിൽ കുറേ പേര് ഫ്രീ ഫയർ, COD, അതുകൂടാതെ തന്നെ പബ്ജി ഇപ്പോൾ ഇല്ല, അതുകൂടാതെ നമുക്ക് വേറെ കുറേ ബാറ്റിൽ ഗ്രൗണ്ട്സ് ഗെയിം അല്ലെങ്കിൽ വേറെ ഏതൊരു ഗെയിം ആവട്ടെ, നമുക്ക് പേരുകളൊക്കെ ടൈപ്പ് ചെയ്യുന്ന സമയത്ത് കുറേ പ്രോ പ്ലേയേഴ്സ് പോലത്തെ ആൾക്കാർ പേര് സ്റ്റൈലിലൊക്കെ ഇടാറുണ്ട്. സോ ഇത് ഭൂരിഭാഗം എല്ലാവർക്കും അറിയാവുന്ന സംഭവമായിരിക്കും, പക്ഷേ ചിലവർക്കൊന്നും ഇത് അറിയത്തില്ലായിരിക്കും. അതിനുവേണ്ടി ജസ്റ്റ് ഞാൻ ഈ വീഡിയോ ജസ്റ്റ് ഒന്ന് ക്രിയേറ്റ് ചെയ്യാണ്. ഇന്നത്തെ വീഡിയോ നമുക്ക് 2 വഴികളാണ് പറഞ്ഞാൽ പോകുന്നത്. നമുക്ക് നമ്മളുടെ പേര് നല്ല രീതിയിൽ കാണാൻ വേണ്ടി, നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ള പേര് സ്റ്റൈലിൽ എഴുതാൻ വേണ്ടി 2 വഴികളെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ ഞങ്ങൾക്ക് പറഞ്ഞാൽ പോകുന്നത്. സോ ഈ വീഡിയോ നിങ്ങൾ ഫുൾ ആയിട്ടാണ് ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് പിടിക്കുക. അപ്പോൾ നിങ്ങൾ നേരെ വിളകിടക്കാം. സോ ഗൈസ്, അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന ഇവിടുത്തെ ഫസ്റ്റത്തെ ഒരു ആപ്ലിക്കേഷനാണ് ഇത്. നമുക്ക് പ്ലേ സ്റ്റോറിൽ കിട്ടുന്നതായിരിക്കും, അല്ലെങ്കിൽ ഞാൻ ഇവിടെ ലിങ്ക് നമ്മുടെ കമൻറ്റ് സെക്ഷനിൽ ഞാൻ ജസ്റ്റ് പിൻ ചെയ്ത് വെക്കുന്നതായിരിക്കും. സോ ഗൈസ്, അപ്പോൾ ഈ ആപ്ലിക്കേഷൻ നിങ്ങൾ ജസ്റ്റ് ഇൻസ്റ്റാൾ ചെയ്യുക. എൻ്റെ പേരെന്ന് വെച്ചാൽ ഫാൻസി ടെക്സ്റ്റ് എന്ന് പറയുന്നൊരു സംഭവമാണ്. ഗൈസ്, അപ്പോൾ ആദ്യമേ തന്നെ നമ്മൾ ഈ ആപ്ലിക്കേഷൻ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തതിന് ശേഷം ഓപ്പൺ ചെയ്യാം. സോ ഗൈസ്, ഈ ആപ്ലിക്കേഷൻ ജസ്റ്റ് പ്രസ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിനകത്ത് നിക് നെയിമും കാര്യങ്ങളൊക്കെ വരുത്താവുന്നതായിരിക്കും. സോ ഇപ്പോൾ ഇപ്പം ന്യൂ ഇയറും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ജസ്റ്റ് നമുക്ക് ന്യൂ ഇയറും ക്രിസ്മസ് കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് നമുക്ക് ജസ്റ്റ് ഒരു വലിയ സ്നോ ഒക്കെ വരുന്നില്ല കാണിക്കുന്നതായിരിക്കും, ജസ്റ്റ് ഒരു തീമാണ്. പ്ലസ് ഗൈസ്, നിങ്ങൾക്ക് ഇവിടെ കാണുന്നില്ല ഫാൻസി ടെക്സ്റ്റ് എന്നൊരു സംഭവം. ഈ ആപ്ലിക്കേഷൻ നമുക്ക് ആഡ്സും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. സോ ഗൈസ്, അപ്പോൾ ആദ്യമേ തന്നെ നമ്മളെ ക്രിയേറ്റ് സിമ്പിൾസ് എന്ന് പറയുന്ന ബട്ടൺ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുക. ഇവിടെ ഗൈസ് നമ്മൾ പ്രസ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതുപോലെ ഒരു ഇൻ്റർഫേസ് കിട്ടുന്നതായിരിക്കും. ഇവിടെ ഗൈസ് നമ്മൾ ടോപ്പ് ഹാർട്ട്, ചെസ്, മ്യൂസിക്, ആരോ, നമ്പർ, ഇതുപോലെ നമുക്ക് കുറേ സെക്ഷൻസും കാര്യങ്ങളും കിട്ടുന്നുണ്ട്. ഇവിടെ ഗൈസ് മെയിനായിട്ട് കുറേ പേര് യൂസ് ചെയ്യുന്ന നമ്മുടെ ട്രെൻഡിങ് സെക്ഷനിൽ പോയാൽ മെയിനായിട്ട് കുറേ പേര് യൂസ് ചെയ്യുന്ന സംഭവത്തിനെ കുറിച്ചൊക്കെ നമുക്ക് ഇവിടെ കാണുന്നതായിരിക്കും. ഇവിടെ ഗൈസ് നമുക്ക് മെയിനായിട്ട് കുറേ പേരൊക്കെ യൂസ് ചെയ്യുന്ന സ്റ്റൈൽ എന്ന് വെച്ചാൽ നമ്മുടെ ഗണ്ണിൻ്റെ സ്റ്റൈലൊക്കെ ചിലർ യൂസ് ചെയ്യാറുണ്ട്. ഗണ്ണിൻ്റെ സ്റ്റൈൽ ഇട്ടിട്ട് അവിടെ പേര് എഴുതും. ഇതുപോലെ കുറേ സിമ്പിൾസ് ഈ ആപ്ലിക്കേഷൻ നമുക്ക് കിട്ടുന്നുണ്ട്. സ്റ്റാറിൻ്റെ സിമ്പിൾ കിട്ടുന്നുണ്ട്, ഇഷ്ടംപോലെ സിമ്പിൾ കിട്ടുന്നുണ്ട്. പിന്നെ എനിക്ക് ഇതിനകത്ത് മെയിനായിട്ട് ഇഷ്ടപ്പെട്ട ഒരു പേരിൻ്റെ സ്റ്റൈൽ ഈ ഹണ്ടർ എന്ന് പറയുന്ന പേരിൻ്റെ സ്റ്റൈലാണ്. സോ ഇപ്പോൾ ഇത് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതായിരിക്കും. വളരെ ഫ്രീ ആയിട്ടുള്ള ആപ്ലിക്കേഷനാണ്. പിന്നെ നമുക്ക് കോപ്പി ചെയ്യണമെങ്കിൽ ജസ്റ്റ് നമുക്ക് ഇവിടുന്ന് ഡയറക്റ്റ് ഒരു സൂത്രം ഉപയോഗിച്ച് നമുക്ക് ജസ്റ്റ് ഒന്ന് കോപ്പി ചെയ്യാവുന്നതായിരിക്കും. അല്ലെങ്കിൽ ഗൈസ് ഇവർ പറയുന്ന രീതിയിൽ ചെയ്താൽ നമുക്ക് ജസ്റ്റ് ഈ ഏതെങ്കിലും ഒരു സംഭവത്തിൽ ജസ്റ്റ് പ്രസ് ചെയ്തതിന് ശേഷം നമുക്ക് ജസ്റ്റ് ഇവിടെ ആഡ് കണ്ടാലേ നമുക്ക് നമ്മളുടെ സിമ്പിൾ കാര്യങ്ങളൊക്കെ കോപ്പി ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ ഇതിപ്പോൾ നോർമലി നമ്മൾ സൂത്രം ഉപയോഗിച്ച് ചെയ്താൽ ജസ്റ്റ് ഡയറക്റ്റ് അവിടെ നിന്ന് തന്നെ നമുക്ക് ജസ്റ്റ് കോപ്പി ചെയ്യാവുന്നതായിരിക്കും. അതിനുശേഷം നമ്മളുടെ ഏതൊരു ആപ്ലിക്കേഷനിൽ ഏതൊരു ഗെയിമിലും നമുക്കത് പോയി പേസ്റ്റ് ചെയ്യാവുന്നതായിരിക്കും. ജസ്റ്റ് കേസ് ഇതൊരു സിമ്പിൾ ട്രിക്കാണ്. പിന്നെ കേസ് നമ്മൾ അടുത്ത ഒരു വഴി എന്താണെന്ന് വെച്ചാൽ മെയിനായിട്ട് എല്ലാവരും യൂസ് ചെയ്യുന്ന സംഭവമാണ്. ഫ്രീ ഫയർ കളിക്കുന്നവർ എല്ലാ കളിക്കും യൂസ് ചെയ്യുന്നത് നമ്മുടെ ക്രോമിൽ നിക് ഫൈൻഡർ എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. സോ ഇത് നിങ്ങൾ ഡയറക്റ്റ് പോയിട്ട് നമ്മുടെ നിക് ഫൈൻഡർ എന്ന് പറയുന്ന സംഭവത്തിൽ ജസ്റ്റ് ഡയറക്റ്റ് സെർച്ച് ചെയ്താൽ മതി. സെർച്ച് ചെയ്യുമ്പോഴത്തേക്കും കേസ് നമുക്ക് ഡയറക്റ്റ് ഇവിടെ നിക് ഫൈൻഡറിൻ്റെ വെബ്സൈറ്റും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. ഇവിടെ കേസ് ജസ്റ്റ് പ്രസ് ചെയ്തതിന് ശേഷം നമ്മളെ പേര് ഏതാണോ ഏത് രീതിയിൽ നമുക്ക് ജസ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. നമ്മൾ നിക് ടൈം ജസ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോഴത്തേക്കും കേസ് നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോഴത്തേക്കും ഞാൻ ഇവിടെ ജസ്റ്റ് ടെക്നോ എന്ന് ജസ്റ്റ് ടൈപ്പ് ചെയ്യാണ്. അപ്പോഴത്തേക്കും കേസ് നമുക്ക് ആദ്യത്തെ ഏതെങ്കിലും ഒരു ഓപ്ഷനായിട്ട് നമുക്ക് ജസ്റ്റ് പ്രസ് ചെയ്യുക. അതിനുശേഷം കേസ് നമുക്ക് ഇവിടെ ഇഷ്ടം പോലെ സ്റ്റൈലായിട്ടുള്ള പേരുകളൊക്കെ കാണും. ഇവിടെ നമ്മൾ ഡയറക്റ്റ് ഇവിടെ കോപ്പി നമുക്ക് ചെയ്യാവുന്നതായിരിക്കും. ഇത് ഗൈസ് കുറേ പേര് യൂസ് ചെയ്യുന്ന സംഭവമാണ്. പിന്നെ നമ്മൾ ഈ ആപ്ലിക്കേഷൻ ഏറ്റവും താഴോട്ട് ജസ്റ്റ് സ്ക്രോൾ ചെയ്ത് പോയപ്പോഴത്തേക്കും ഗൈസ് നമുക്ക് എല്ലാ പേരും നമുക്ക് സ്റ്റൈലിലും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. സോ ഇതിപ്പോൾ ഇത്രയുള്ള 2 വഴികളാണ്. എല്ലാവർക്കും അറിയായിരിക്കും, പക്ഷേ ഗൈസ് അറിയാത്ത ചിലരെ കാണും. സോ ഞാൻ ജസ്റ്റ് പറഞ്ഞു തന്നേ ഉള്ളൂ. ഗൈസ്, ഇപ്പോൾ ഇത്രയുള്ള വീഡിയോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ചാനൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ബെല്ലൈക്കൺ ജസ്റ്റ് എനേബിൾ ചെയ്ത് വെക്കുക. എന്നാൽ നമ്മുടെ അപ്പോൾ നിങ്ങൾ മൊബൈലിൽ നോട്ടിഫിക്കേഷനായി എടുത്തോളൂ. ഗൈസ്, അപ്പോൾ നമുക്ക് എടുത്ത ടെക്നോളജി വീഡിയോ വരുന്നവരേക്കും ബൈ.